പൊന്നി. പൊന്നി. രണ്ടാമത്തെ കുഞ്ഞ് അതാ നിൽക്കുന്നു, ബ്ലാക്ക് ആണ് ആള്. ചിന്നു. കറവയുള്ള ഏതുണ്ട്? 3 കറവയുള്ളത്. 3 കറവയുള്ളത്. അതിന് 2 മാസം ചെനയുണ്ട്. നമസ്കാരം. രാജൻ ചേട്ടന്റെ കൃഷി ഫാമിലേക്ക് 2.5 വർഷമായിട്ടേ ഉള്ളൂ അല്ലേ? 2-3 വർഷമുണ്ട്. ചേട്ടാ, ഈ പശു വളർത്തലേ എങ്ങനെ ലാഭകരമാക്കാം? പശു വളർത്തൽ ലാഭകരമാക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ രീതിയിൽ ഒരു ഗൾഫുകാരനോ അല്ലെങ്കിൽ ചെറിയ ബിസിനസ്സുകളോ ചെറിയ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ മാറിത്തിരിഞ്ഞ 2-3 പശുവിനെ വളർത്തിയാൽ ലാഭം ഉണ്ടാവും എന്ന് കരുതി പശുവിനെ വളർത്തരുത്. പശുവിനെ വളർത്തുമ്പോൾ ഒത്തിരി വലിയ പശുക്കളെ വാങ്ങാതെ മീഡിയം പശുക്കളെ വാങ്ങി വളർത്തി ഒരു അനുഭവം മനസ്സിലാവും. 1, 2, 3 പശുക്കളെ ആദ്യം നിർത്തുക. ആ 3 പശുവിൽ നിന്ന് നമുക്ക് നല്ലൊരു പാഠം മനസ്സിലാവും. അത് തുടർന്ന് വലിയ വലിയ പാല് കൂടുതലുള്ള പശുക്കളെ നിർത്തുക. അപ്പോഴും നമുക്ക് തീറ്റകളുടെ വ്യത്യാസം അറിയാൻ പറ്റും, മരുന്നുകളുടെ വ്യത്യാസങ്ങൾ അറിയാൻ പറ്റും. എപ്പോഴും നമ്മളൊരു ഡോക്ടറെ സഹായം. പിന്നെ പാല് നമ്മൾ സൊസൈറ്റി കൊടുത്താൽ ഇത്ര രൂപ കിട്ടും അല്ലെങ്കിൽ അത്ര കിട്ടും, നമുക്ക് ലാഭം ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് പശുവിനെ വളർത്തിയിട്ട് കാര്യമില്ല. പശുവിനെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുക. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഏറ്റവും പാല് തരുന്നതും ഏതാണ്? ദേശി പശുവാണ് ഏറ്റവും നല്ലത് നമ്മുടെ ഈ നാട്ടിലേക്ക്. ദേശി കാരണം എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി കൂടുതലാണ്, അധികം പ്രശ്നങ്ങളില്ല. പാല് മിനിമം ഒരു 8 ലിറ്റർ മുതൽ 10-12 ലിറ്റർ വരെ ഇവിടുത്തെ പശുക്കൾക്ക്. ഒരു നേരം രാവിലെ. ഹൈബ്രിഡ് പശുക്കൾക്കാണെങ്കിൽ അതിൽ കൂടുതൽ കിട്ടും, 20 ലിറ്റർ പാല് വരെ കിട്ടുന്ന ദേശി പശുക്കളുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൻപുറത്തെ പശുക്കൾക്ക് 8 മുതൽ 10-12, അതിൽ കൂടുതൽ ആരെങ്കിലും പറയുന്നത് തെറ്റാണ്. അത് കൂടിയ പശുക്കൾക്ക് ഉണ്ടാവും. അങ്ങനെ ഇവർക്ക് ഇപ്പൊ 8 മുതൽ 10-11 ലിറ്റർ വരെ വന്നുകൊണ്ടിരിക്കുന്നു. അത് ജേഴ്സി. ഇത് HF വിത്ത് ജേഴ്സി ആണ്. ഇത് ഇപ്പൊ 10 ലിറ്റർ. ഇത് ഇവിടുത്തെ ആളാണ്, തുടങ്ങിയപ്പോ ഉള്ള പശുവാണ്. അവളുടെ ഐശ്വര്യമാണ്. അവളെ ഒരു 12 ലിറ്റർ പാലിൽ നിന്ന് നിൽക്കുന്നു. അവള് ഇപ്പൊ കുഞ്ഞാണ്. പൊന്നിയുടെ കുഞ്ഞാണ്. 2 മാസമായി. അവളുടെ മോളാ, പൊന്നുവിന്റെ മോളാ. സാധാരണ നമ്മുടെ ഈ നാട്ടിൽ പശുക്കൾക്ക് വരുന്ന രോഗം മെയിനായിട്ട് വരുന്ന ഒരു രോഗം എന്ന് പറഞ്ഞാൽ കുളമ്പ് രോഗം. അത് വന്നാൽ ചില പശുക്കൾക്ക് വലിയ പ്രശ്നമാണ്, പശു വീണ് പോകും. രണ്ടാമത് ഇപ്പോൾ ഒരു പുതിയ അസുഖമുണ്ട്, ചർമ്മമുഴ. അതിന് ശരിക്കും പറഞ്ഞാൽ മരുന്ന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ അതിന് വാക്സിൻ എടുത്തുകൊണ്ടിരിക്കുന്നു ഡോക്ടേഴ്സുകൾ വന്ന്. അങ്ങനെ അത് ഫലപ്രദമാണെന്ന് ചോദിച്ചാൽ അല്ലെന്നും പറയാം, ഉണ്ടെന്നും പറയാം. പിന്നെ അകിട് വീക്കം അതൊരു വലിയ ഒരു ഇത് തന്നെയാണ്. അകിട് വീക്കം വന്നു പോയാൽ ചിലപ്പോൾ പശുവിനെ നമുക്ക് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവിടെ ആ കർഷകന് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവുന്നു. അതാണ് ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത്. അത് തന്നെയാണ്. ചിലപ്പോൾ ഒരു മുലക്കാമ്പൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഈ കുളമ്പ് രോഗം എന്ന് പറഞ്ഞില്ലേ, കുളമ്പ് രോഗം വരാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ശരിക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. 1, 2 അതിന് മാറ്റിട്ട് കൊടുക്കുക. അതിനെ കഴിവതും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അത് തന്നെയാണ്. ഒത്തിരി ചെളിവെള്ളങ്ങളിൽ കൊണ്ട് കെട്ടുകയോ അല്ലെങ്കിൽ നമ്മൾ രാവിലെ കൊണ്ടൊരു കണ്ടത്തിൽ കെട്ടിയിട്ട് വൈകുന്നേരം അഴിച്ചുകൊണ്ട് വരുന്ന ആ പ്രവൃത്തി അത്ര നല്ലതല്ല. പിന്നെ പശുവായാലും കറവ പശുവായാലും പശുക്കളെ പോത്തിനെ പോലെ ഒന്നും അല്ല. പോത്തിന് പ്രതികരിക്കാൻ കഴിവുണ്ട്, പശുക്കൾക്ക് അത്രയും ഇല്ല. അതൊക്കെ വേണം നോക്കി വേണം ചെയ്യാനാണ്. അകിട് വീക്കം എന്ന് പറഞ്ഞാൽ ഏത് പശുക്കൾക്കായാലും അകിട് വീക്കം വരാം. അത് പാല് പിഴിയാൻ ഇച്ചിരി താമസിച്ചു പോയാല് അങ്ങനെയുള്ളത്. പിന്നെ ഈ കറവക്കാര് ചിലര് കറന്നിട്ട് മൊത്തം ഫുള്ള് പിഴിയാതെ പോകുന്നവരുണ്ട്. ചില വെപ്രാളത്തിന് അങ്ങനെ ഓടിപ്പോയി ഫുള്ള് പിഴിയാതെ പോകും. അന്നേരം ഈ പാല് നിന്ന് അതൊന്നാണ്. പിന്നെ അത് വരാതിരിക്കാനുള്ള ഒരു പ്രതിരോധ ശേഷി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റോ അല്ലെങ്കിൽ ബിറ്റാഡിൻ ലോഷനോ 2 തുള്ളി ഒരു വെള്ളത്തിൽ ഒഴിച്ച് കറന്നു കഴിയുമ്പോൾ അത് 1 മിനിറ്റ് നേരം മുലക്കാമ്പിനിങ്ങനെ പിടിച്ചു കൊടുക്കുക. അതാണ് ചെയ്യുന്നത് വരാതിരിക്കാൻ. ആഹാര രീതിയിലൊക്കെ ആഹാര രീതി നമ്മൾ എല്ലാ ദിവസവും ഒരേ ടൈമിൽ ആഹാരം കൊടുക്കുന്നതായിരിക്കും നല്ലത്. പശുവിന് ഒരു ടൈം ടേബിൾ ഉണ്ടാവും. ആ ടൈം ആകുമ്പോൾ പശുക്കൾ എണീറ്റിരിക്കത്തിൽ നിന്നും പിന്നെ അവർക്ക് കിടക്കേണ്ട സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുക. അതിനെല്ലാ സമയങ്ങളെല്ലാം അതിന് കൃത്യനിഷ്ഠത ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. കറവക്കാരിൽ നിന്ന് രോഗം പകരുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കറവക്കാരിൽ നിന്നും ഉണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ മറ്റൊരു വീട്ടിലുള്ള പശുവിനോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പശുവിനായിക്കോട്ടെ എന്തെങ്കിലും മടിയായിട്ട് കാമ്പുമായിട്ട് എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുണ്ടെങ്കിൽ ഈ അരിമ്പാറ പോലത്തെ ഒരു സാധനം നമ്മുടെ അകിടിലൊക്കെ വരും. അതൊക്കെ കറവക്കാരിൽ നിന്ന് തന്നെ ഉണ്ടാവും. നമ്മളിവിടെ വരുമ്പം കറവക്കാരനോട് കറന്നു കഴിയുമ്പം
കൈ സോപ്പിട്ട് നല്ലോണം കൈ കഴിച്ചിട്ടേ വിടത്തുള്ളൂ. അങ്ങനെ വേറൊരിടത്ത് നിന്ന് അത് ആർക്കും ഉണ്ടാകരുത്. അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ചർമ്മമഴയും അതിന്റെ ഒക്കെ ഭാഗമായിട്ടൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നേക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും വന്നിട്ടില്ല. കറവക്കാരിൽ നിന്ന് വന്നിട്ടുണ്ട് ഈ അരിമ്പാറത്ത് പോലത്തെ സാധനം. ഈ പറഞ്ഞ ഒരുപാട് രോഗങ്ങളെ കുറിച്ച് പറഞ്ഞില്ല, ഇതിന്റെയൊക്കെ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന് നമ്മൾ ഉടനെ കാണുന്ന ആ ടൈമിൽ തന്നെ നമ്മൾ ശരിക്കും പറയുക, ഡോക്ടറിനോട് പറയുക, ശരിക്കും മരുന്ന് അതിന് കൊടുക്കേണ്ട സമയത്തിന് കൊടുക്കണം. ഒത്തിരി വൈകി പോയാൽ വീണ്ടും അത് പ്രശ്നങ്ങളാണ്. സാധാരണ ഒരു കർഷകനെ കൊണ്ട് അല്ലെങ്കിൽ 2-3 പശുക്കൾ വളർത്തുന്ന ഒരു കർഷകനെ കൊണ്ട് പറ്റത്തില്ല, പറ്റാതെ പോവും. പിന്നെ രോഗങ്ങൾ കൂടിയാൽ നമുക്ക് മാനസികമായിട്ട് പ്രയാസം തോന്നും. പശുവിനെല്ലാം എന്തെങ്കിലും ഡോക്ടറിനെ വിളിക്കുക, അതാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. പിന്നെ പാല് കിട്ടുന്ന പശുക്കൾക്ക് അതിന്റെ അനുസരിച്ചുള്ള പോഷക നഷ്ടവും കാര്യങ്ങളെല്ലാം വരുമ്പോൾ അവരുടെ ആഹാരത്തിൽ അത് നമ്മുടെ കാൽസ്യം കൊടുക്കണം, വിര കളക്കേണ്ട സമയത്തിന് വിര കളക്കണം. നമ്മൾ ഏതൊരു കാര്യത്തിനും ഒരു ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് വേണം കാര്യങ്ങൾ കൊടുക്കുക. അപ്പോൾ എല്ലാം കൺട്രോൾ നല്ലതായിരിക്കും. അല്ല നമ്മൾ സ്വയം ഡോക്ടർ ആയാലോ അല്ലെങ്കിൽ കമ്പൗണ്ടർ ആയാലും ശരിയാവത്തില്ല. അറിവുകൾ ഉണ്ടാവും, മറ്റുള്ള ഡോക്ടേഴ്സോ കമ്പൗണ്ടറോ ആര് വന്ന് നോക്കി നമുക്ക് കുറേ അറിവുകൾ ഉണ്ടാവും. പക്ഷെ അതിലുപരി നമ്മുടെ ഡോക്ടറിനെ സമീപിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായിരിക്കും. ഈ പശുവിനെ വയറ് വീർത്ത് വരിക, ദഹന പ്രശ്നമൊക്കെ വരുമ്പോൾ നാടൻ ചികിത്സ ചെയ്യുന്നത് അതൊന്നും പാടില്ല അല്ലേ? അത് കുഴപ്പമില്ല, പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൽ തന്നെ പിന്തുടർന്ന് പോകുന്നത് ശരിയല്ല. പുതിയ തീറ്റകള്, പുതിയ കാര്യങ്ങൾ, രോഗങ്ങളുടെ ലക്ഷണമാകാതെ മറ്റ്. അതെ. നമ്മുടെ പല തീറ്റ മാറി കൊടുക്കാൻ ശ്രമിക്കുന്നു. കാരണം നമുക്ക് പാല് ഉൽപാദനത്തിന്റെ അതിൽ വഴിയാണ് പശുവിനെ നിർത്താൻ പറ്റുക. പാലുണ്ടായാൽ മാത്രമേ നമുക്ക് പശുവിനെ നിർത്താൻ പറ്റത്തുള്ളൂ. അതിന്റെ വരുമാനം കണ്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ. അപ്പോൾ തീറ്റയിൽ ലാഭം ഉണ്ടാക്കാൻ നോക്കും, പല ഐറ്റങ്ങൾ തീറ്റ കൊടുക്കും. അപ്പോൾ തീറ്റയിൽ അസുഖങ്ങൾ ഉണ്ടാവാം. അതിലെല്ലാം നമ്മൾ വയറ് വരിക, അല്ലെങ്കിൽ ദഹനക്കേടെന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ തലയും കുനിച്ച് നിൽക്കുക, അങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം മാറ്റണമെങ്കിൽ സമയത്ത് വെള്ളം പോലും കുടിക്കത്തില്ല. അപ്പോഴൊക്കെ നമ്മൾ ഉടനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡോക്ടറെ സമീപിക്കുക. അതാണ് എപ്പോഴും നമ്മുടെ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് നിൽക്കുന്നതായിരിക്കും നല്ലത്. ഈ എരുത്തിനുള്ളിൽ നല്ല വൃത്തിയായിരിക്കണം അല്ലേ? എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കണം. അതാണ് ഏറ്റവും വലിയ ഘടകം. ചാണകം എപ്പോഴും ഇടുന്ന ഉടനെ തന്നെ ക്ലീൻ നീക്കം ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും നല്ല. കുട്ടികൾക്ക് ചെറിയ കുരുക്കൾ വന്നിട്ട് 2 ദിവസത്തിനുള്ളിൽ കുട്ടി മരിച്ചു പോകുന്നു. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പശു പ്രസവിച്ച് നമ്മൾ അറിയുന്നില്ല. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ അവിടെ ആയിട്ട് മുഴകളുണ്ടാവും. ആ മുഴകൾ വീർത്ത് പൊട്ടുന്നു. അങ്ങനെ ആ പശുവിന് കിടാവ് കുഞ്ഞിന് മരണം സംഭവിക്കുന്നു. അത് ഡോക്ടേഴ്സ്മാരോട് പറയുന്നതെന്ന് പറഞ്ഞാൽ അത് പ്രസവിച്ച് കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ പൊക്കിൽ കൂടി നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് ഡെറ്റോളല്ല അതിന് വേണ്ട മരുന്ന് ചെയ്തിട്ട് അതിനെ കെട്ടി വൃത്തിയാക്കി കഴിവതും അഴുക്കുള്ള വെള്ളങ്ങളിലോ അവിടെ നിന്ന് കിടത്താതെ മാറ്റി കിടത്തിയൊക്കെ ആണെങ്കിൽ അത് ചിലപ്പോൾ സുഖപ്രദമായി മുന്നോട്ട് പോകും. ഇല്ലെങ്കിൽ ആ കിടാവ് നശിച്ചു പോകാനും നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. എല്ലാം ജേഴ്സി പശുവാണ് അല്ലേ? ജേഴ്സി HF മിക്സ് ആണ്. ഇപ്പം ആധുനിക രീതിയിലുള്ള കൃഷിയൊന്നും അല്ല, പരമ്പരാഗത രീതിയിലുള്ള കൃഷി സമ്പ്രദായമാണ് അല്ലേ? ആധുനിക രീതിയിലുള്ളതും സ്വീകരിക്കും. ഇത് അടുത്തൊരു ഘട്ടം ഞാൻ മുന്നോട്ട് പോകാനാണ് ആഗ്രഹം. കാരണം ഇതിൽ നിന്നൊരു പാഠങ്ങൾ മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്നും നമ്മളൊരു വലിയ പശുവിനെ ഒത്തിരി പാലുള്ള പശുവിനെ നിർത്തുന്നതും സാധാരണ 8 ലിറ്ററോ 7 ലിറ്ററോ 6 ലിറ്ററോ 10 ലിറ്ററോ പശുവിനെ നിർത്തുന്നത് ഒരേ ജോലി തന്നെയാണ്. വലിയ 20-25 ലിറ്റർ പാല് വരുന്ന ഒരു പശുവും അല്ലെങ്കിൽ അതേ പശു ആണെങ്കിൽ നമ്മൾ 8 ലിറ്ററോ 10 ലിറ്ററോ വരുന്ന ഒരു പശു ആയാൽ പോലും ജോലി ഒന്ന് തന്നെയാണ്.